ഒരു പിണറായി വിരുദ്ധനാണ്. ആം ആദ്മി പാർട്ടി കേരളത്തിൽ വരാതിരുന്നതിൻ്റെ ഒരു കാരണം ആം ആദ്മി പാർട്ടി ഡൽഹിയിൽ ചെയ്ത കാര്യം കേരളത്തിൽ ചെയ്യാൻ പറ്റില്ല. അപ്പം എനിക്ക് സോനം വാങ്ചുക്കിനോട് ഒരു 100 എതിർപ്പ്. പക്ഷേ ഈ സമരത്തിൽ അദ്ദേഹം വന്നപ്പോൾ ഞാൻ അദ്ദേഹത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചു, അത്രേ ഉള്ളൂ. ഈ ഹെലികോപ്റ്റർ കമ്പനിയുടെ കരാർ സതീശൻ പുതുക്കുമോ ഇല്ലയോ എന്നാണ് ഞാൻ കാത്തിരിക്കുന്നത്. ഈ സർക്കാരിനെതിരെ വരാവുന്ന ഏറ്റവും വലിയ ആരോപണം അവർ ഭയപ്പെടുന്നത് ഇത് മുസ്ലിം സർക്കാരാണ് എന്നാണ്. CPM മേയറിനായിരുന്നു. ഞാൻ SFI ജില്ലാ സെക്രട്ടറി ആയിരുന്നു 79-ൽ. ഞാൻ അടിയന്തരാവസ്ഥയിൽ SFIയിൽ ചേർന്ന ആളാണ്, പാർട്ടി ചേർന്ന ആൾ. SFI മാത്രമല്ല, പാർട്ടി ചേർന്ന ആളാണ്, ജയിലിൽ പോയ ആളാണ്. അപ്പോൾ അതുകൊണ്ട് എനിക്കൊരു ടെൻഷനും ഇല്ല. ഈ പറഞ്ഞ കരുവന്നൂർ ബാങ്ക് ഉണ്ടല്ലോ, എൻ്റെ നാടാണ്. കരുവന്നൂർ ബാങ്ക് പാർട്ടി പിടിക്കുമ്പോൾ അവിടുത്തെ ലോക്കൽ കമ്മിറ്റി മെമ്പറാണ് ഞാൻ. എന്ന് വെച്ചാൽ പാർട്ടി 79-ൽ. അത് കഴിഞ്ഞ് നമ്മൾ പിന്നെ വിട്ടു. പിന്നെ 2006 ആയപ്പോഴേക്കും എനിക്ക് ഇവരുമായിട്ടുള്ള 2006 അതിന് മുമ്പ് തന്നെ ഇവരുമായിട്ടുള്ള സംഘർഷം ഒരു പിണറായി വിരുദ്ധനാണോ? അല്ലല്ല, ഞാൻ പിണറായി വിരുദ്ധനല്ല, ഞാൻ CPM വിരുദ്ധനുമല്ല. CPM അതിൻ്റെ ലക്ഷ്യങ്ങളിൽ നിന്ന് പോയപ്പോൾ ഞാൻ പോയ ആളാണ്. ഞാൻ അതുപോലെ തന്നെ ആം ആദ്മിയിൽ പോയ ആളാണ്. ഞാൻ ആം ആദ്മി വിരുദ്ധനോ കെജ്രിവാൾ വിരുദ്ധനോ അല്ല. പക്ഷേ ആം ആദ്മി ശരിയല്ല എന്ന് തോന്നിയപ്പോൾ ഞാനത് വിട്ടു എന്നുള്ളൂ. ഈ ആം ആദ്മിയുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ സംസാരിക്കുകയാണെങ്കിൽ ഇപ്പോൾ ഇന്ത്യ സഖ്യത്തിൽ ആം ആദ്മി ഇന്ത്യ സഖ്യത്തിനോടൊപ്പമുണ്ട്. പക്ഷേ കേരളത്തിനുള്ളിൽ ഈ പറയുന്ന VD സതീശൻ ഇപ്പോൾ നടപ്പിലാക്കാൻ ശ്രമിക്കുന്നത് സംഘപരിവാർ അജണ്ടയാണ് എന്നൊരു വ്യാപക വിമർശനം സോഷ്യൽ മീഡിയയിൽ ആകമാനമുണ്ട്. പലരും അത് പല വിധത്തിൽ ഷെയർ ചെയ്യുന്നുമുണ്ട്. അപ്പോൾ ഈ അടുത്ത് നടന്ന സമരത്തിൽ ഉൾപ്പെടെ VD സതീശൻ്റെ ആറ്റിറ്റ്യൂഡ് വരെ ചർച്ചയായിക്കൊണ്ടിരുന്ന ഒരു സമയമാണ്. അപ്പം ആ ഒരു തലത്തിൽ ആം ആദ്മി പാർട്ടിക്ക് നോർത്തിൽ ചെയ്യാൻ അവർ ശ്രമിക്കുന്ന സാധനം പോലും കേരളത്തിൽ സതീശൻ ചെയ്യുന്നില്ല എന്നൊരു വിമർശനമാണ് ഉള്ളത്. അല്ല, രണ്ടാണ്. ആം ആദ്മി പാർട്ടി കേരളത്തിൽ വരാതിരുന്നതിൻ്റെ ഒരു കാരണം, ഞാനതിൻ്റെ വർക്ക് ചെയ്ത ഒരാളെന്നുള്ള എനിക്ക് പറയാം, ആം ആദ്മി പാർട്ടി ഡൽഹിയിൽ ചെയ്ത കാര്യം കേരളത്തിൽ ചെയ്യാൻ പറ്റില്ല. ഇപ്പോൾ എഡ്യൂക്കേഷൻ അല്ലെങ്കിൽ തന്നെ അവിടെ അവർ ഏറ്റവും കൂടുതൽ വർക്ക് ചെയ്തൊന്ന് ഫീൽഡ് എഡ്യൂക്കേഷൻ, ഹെൽത്തും. ഈ 2 ഫീൽഡും കേരളം വളരെ മുമ്പിലാണ്, അതിന് മുമ്പ് തന്നെ. അപ്പോൾ ആം ആദ്മി പാർട്ടിക്ക് വന്നിട്ട് കേരളത്തിലെ ഹെൽത്തിലും എഡ്യൂക്കേഷനൊന്നും ഇടപെടാൻ പറ്റില്ല. ആം ആദ്മി പാർട്ടി കേരളത്തിൽ ഇടപെടേണ്ടിയിരുന്ന മേഖലയുണ്ട്. ആ മേഖലയിൽ ആം ആദ്മി പാർട്ടി ഇടപെടുമ്പോൾ അത് ഞാനൊക്കെ വിട്ടുപോകുന്നത് അതുകൊണ്ടാണ്. ആ മേഖലയിൽ അവർക്ക് താല്പര്യമില്ല. കാരണം കേരളത്തിൽ മുഖ്യധാരകൾ ഇടപെടാത്ത വിഷയത്തിലാണ് നിങ്ങൾ ഇടപെടേണ്ടത്. ആ വിഷയത്തിൽ നമ്മൾ ഇടപെടാൻ അവർക്ക് സെൻട്രൽ ടീമിനും കേജ്രിവാളിനൊന്നും ഒരു താല്പര്യം ഉണ്ടായില്ല. അത് വേറെ പ്രശ്നം, അത് പിന്നെ അവരുടെ പൊളിറ്റിക്സാണ്. പിന്നെ ഈ സംഘപരിവാർ അജണ്ട നടപ്പാക്കുന്നു എന്ന് പറയണമെങ്കിൽ അതിന് ഇതുവരെ ഈ PM-ശ്രീയുടെ കാര്യത്തിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ PM-ശ്രീക്ക് കീഴടങ്ങിയ പിണറായിയുടെ പോലെ ഫണ്ടിന് വേണ്ടി കീഴടങ്ങി എന്ന് സതീശനെ പറയേണ്ടി വരും. ഇപ്പോൾ പിണറായിക്കെതിരെയും ഇതേ സംഗതി ഉണ്ടായിരുന്നല്ലോ. ഇപ്പോൾ PM-ശ്രീ ഒപ്പിട്ടതായാലും അജിത് കുമാറിൻ്റെ വിഷയമായാലും യോഗി ആദിത്യനാഥ് വന്നതായാലും വെള്ളാപ്പള്ളി നടേശൻ്റെ വിഷയമായാലും ഒരു 100 വിഷയങ്ങൾ BJPക്ക് അനുകൂലമായി പിണറായി വിജയൻ എടുത്തു എന്നുള്ളതായിരുന്നല്ലോ അദ്ദേഹത്തിനെതിരെയുള്ള സംഗതി. അത് സതീശൻ എടുത്താൽ സതീശൻ്റെ പ്രശ്നമുണ്ട്. പക്ഷെ സതീശൻ അങ്ങനെ പോകാൻ പറ്റില്ല. ഒരു യൂട്ടേൺ എടുത്ത് അല്ല, യൂട്ടേൺ അതാ ഞാൻ പറയാം. യൂട്ടേൺ ഏതിലെടുക്കണു എന്നുള്ള ചോദ്യമുണ്ട്. ഉദാഹരണത്തിന് PM-ശ്രീയിലാണ് ഞാൻ ആദ്യം കാണുന്ന യൂട്ടേൺ എടുക്കുകയാണെങ്കിൽ എടുക്കാൻ പോണത്. ഹെലികോപ്റ്റർ അടക്കമുള്ള അല്ല, ഹെലികോപ്റ്ററിൽ ഞാൻ അങ്ങനെ കാണുന്നില്ല. ഹെലികോപ്റ്റർ വിവാദത്തിൽ അല്ല വിവാദം അനാവശ്യമല്ല. അതിലിപ്പോൾ ഒരു കാര്യം, ഇനി അതിൽ പ്രധാന ചോദ്യം ഇതൊന്നുമല്ല. ഈ 19-ാം തീയതി കരാർ അവസാനിക്കുകയാണ്. ഈ ഹെലികോപ്റ്റർ കമ്പനിയുടെ കരാർ സതീശൻ പുതുക്കുമോ ഇല്ലയോ എന്നാണ് ഞാൻ കാത്തിരിക്കുന്നത്. പുതുക്കിയില്ലെങ്കിൽ അയാൾ യൂട്ടേൺ ഇല്ല. കാരണം വെറുതെ കിടക്കുന്ന ഹെലികോപ്റ്റർ ഞാൻ കയറി പോയി എന്ന് പറയാൻ അദ്ദേഹത്തിന് ആവശ്യം ഉണ്ടായിരുന്നു. എനിക്കറിയില്ല കൊച്ചിയിൽ എന്താ അദ്ദേഹത്തിന്റെ ആവശ്യം, ഞാനൊന്നും എനിക്കറിയില്ല. അങ്ങനെയാണെങ്കിൽ തന്നെ അതിന് വന്നു എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം വന്ദേ ഭാരതിന് ബുക്ക് ചെയ്തതാണെന്നൊക്കെയാണ് അദ്ദേഹത്തിന്റെ വിശദീകരണം. അവിടെ എത്താൻ പറ്റില്ല, കേൾക്കട്ടെ, ആ ചർച്ചയൊക്കെ നമുക്ക് ചെയ്യാം. പ്രശ്നം അതല്ല. ക്രിട്ടിക്കലായ കാര്യം ഈ 18-ാം തീയതി പുതുക്കാൻ വേണ്ടി അവർ നടത്തിയ സമ്മർദ്ദമാണോ ഇയാളുടെ യാത്ര എങ്കിൽ അത് വലിയ തെറ്റ് തന്നെയാണ്. അത് യൂട്ടേണാണ്, യാതൊരു സംശയമില്ല. ഹെലികോപ്റ്റർ യൂട്ടേൺ എടുത്തല്ല. ഹെലികോപ്റ്റർ കേരളത്തിൽ തുടരണ്ട എന്ന് തന്നെയാണ് അന്ന് UDF-ന്റെ നിലപാട്, ഇപ്പോഴും എൻ്റെ നിലപാട്. കാരണം എന്താ വെച്ചാൽ ഇവിടെ ഹെലികോപ്റ്റർ കിട്ടണമെങ്കിൽ കൊച്ചി ഇവിടുന്ന് വിളിച്ചാൽ 1 മണിക്കൂറിനകത്ത് ഹെലികോപ്റ്റർ കിട്ടും നമ്മുടെ നേവിയുടെ. നമുക്ക് അടിയന്തര ആവശ്യം ഉണ്ടെങ്കിൽ ഇപ്പോൾ ഡിസാസ്റ്റർ മാനേജ്മെന്റോ അല്ലെങ്കിൽ വല്ലപ്പോൾ ഇതൊക്കെയാണല്ലോ അവയവമാറ്റം, ഇതൊക്കെയാണല്ലോ നമ്മൾ ഉപയോഗിക്കണേ. ഡിസാസ്റ്റർ മാനേജ്മെന്റോ അവയവമാറ്റം ഒക്കെയാണ് നിങ്ങൾക്ക് 1 മണിക്കൂർ കൊണ്ട് കൊച്ചി നേവൽ ബേസിൽ നിന്ന് ഇത് കിട്ടും. അപ്പൊ അതിന്റെ വാടക മാത്രം കൊടുത്താൽ മതി. ഇതൊരു മാസം 80 ലക്ഷം സ്ഥിരമായിട്ട് വെച്ചുകൊണ്ടിരിക്കുക. 80 ലക്ഷം 43 കോടി രൂപയാണ് ഈ കമ്പനിക്ക് ഇതുവരെ നമ്മൾ കൊടുത്തിട്ടുള്ളത്. എത്ര സമയം അത് ഓപ്പറേറ്റ് ചെയ്തിട്ടുണ്ട്.
അപ്പൊ അത് വെറുതെ അവിടെ ഇരിക്കേണ്ട, ഉപയോഗിച്ച പ്രശ്നമില്ല എന്നാണോ? അത് ഞാൻ പറഞ്ഞത്, ഞാനിപ്പോൾ ഇന്നലെ ഉപയോഗിച്ചതിനെ കുറിച്ചല്ല, അതല്ല വിവാദം. ആ വിവാദം വന്ന് നന്നായിന്നാണ് ഞാൻ പറഞ്ഞത്. ഇനിയിപ്പോൾ അല്ലെങ്കിൽ ആളുകൾ ഇത് പുതുക്കി കഴിഞ്ഞാൽ ആളുകൾ അറിയുമല്ലോ, ഇനിയിപ്പോൾ എല്ലാവരും ശ്രദ്ധിക്കുമല്ലോ പുതുക്കിയാൽ. ഞാൻ പറഞ്ഞേ, ഞാൻ അങ്ങനെയാണ് യൂ ടേൺ കാണുന്നത്. യൂ ടേൺ പല 2 മണിക്കൂർ സഞ്ചരിച്ചതിലോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ചെയ്തതിലോ അല്ല. യൂ ടേൺ വരുന്നത് പോളിസിയിലാണ്. അതാണ് ഞാൻ ആദ്യം പറഞ്ഞത്. വിവാദമുണ്ടാവേണ്ടത് രാഷ്ട്രീയത്തിൽ, PM ശ്രീ രാഷ്ട്രീയമാണ്, ഇതാണെങ്കിൽ രാഷ്ട്രീയമാണ്. ഇപ്പം കരിമണൽ പോലുള്ള ഒരു വിഷയത്തിൽ രാഷ്ട്രീയമാണ്. ആ രാഷ്ട്രീയത്തിൽ നിങ്ങൾ എവിടെ നിൽക്കുന്നു, അതാണ് ചോദ്യം. അതാണ് നിലനിൽക്കുക. ഇപ്പോൾ പിണറായി വിജയന് പറ്റിയത് അതാണ്. പിണറായി വിജയൻ്റെ എല്ലാ പ്രവർത്തനങ്ങളും ഏതെങ്കിലും അർത്ഥത്തിൽ സംഘപരിവാറിന് അനുകൂലമായ രാഷ്ട്രീയത്തിലേക്ക് വന്നു. ഇല്ല, നേരത്തെ പറഞ്ഞ മുഴുവൻ കാര്യങ്ങൾ, വെള്ളാപ്പള്ളി മുതൽ PM ശ്രീ വരെ എല്ലാത്തിലും ഇയാൾ സംഘപരിവാറിൻ്റെ ആളാണെന്ന് വന്നു. മറ്റ് വെറുതെ ഒരാൾ സംഘപരിവാറിൻ്റെ ആളാന്ന് പറഞ്ഞ് വിമർശിക്കുന്നതിൽ കഥയില്ല. ഏത് നിലപാടിൽ നിങ്ങൾ വന്നു. ഇനിയിപ്പോൾ CJP സമരത്തിൽ, ഞാൻ CJP സമരത്തിൽ അതിന് ഒരു പ്രശ്നമുണ്ട്. ഒരു മുഖ്യമന്ത്രി പോയി മുദ്രാവാക്യം വിളിക്കാറില്ല. മുഖ്യമന്ത്രി അവിടെ പോയി, രാഹുൽ ഗാന്ധിയോട് പോയി, മറ്റേ മുഖ്യമന്ത്രി പോയി, DK ശിവകുമാറും പോയി. അല്ല, ഇവർ രണ്ടുപേരും തിരിച്ചു വന്നു. CJP സമരത്തിന് എതിരാണ് അല്ലെങ്കിൽ സതീശൻ എന്ന് പറയുന്നതിൽ കഥയില്ല. കാരണം എന്താ വെച്ചാൽ CJP സമരത്തിൽ കോൺഗ്രസ് പോലും നേരിട്ട് പങ്കെടുത്തിട്ടില്ലല്ലോ. ഇല്ല, കോൺഗ്രസിൽ അതിനൊരു നിലപാടുണ്ടായിരുന്നു. കോൺഗ്രസ് പന്തലിൽ പോയി ബഹളം ഉണ്ടാക്കണ്ട എന്നും അത് സർജിക്കലായിരുന്നു. അത് വളരെ കറക്റ്റായിരുന്നു. കാരണം വെച്ചാൽ ഒരു കുട്ടികൾ സമരം ചെയ്യണം. ആ സമരത്തിനോട് അതിൽ പങ്കെടുക്കുന്ന മുഴുവൻ ആളുകളോട് നമുക്ക് യോജിപ്പില്ല. അപ്പം എനിക്ക് സോനം വാങ്ചുക്കിനോട് ഒരു 100 എതിർപ്പുണ്ട് അദ്ദേഹത്തിൻ്റെ പോളിസികളോട്. പക്ഷേ ഈ സമരത്തിൽ അദ്ദേഹം വന്നപ്പോൾ ഞാൻ അദ്ദേഹത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചു, അത്രേ ഉള്ളൂ. സോനം വാങ്ചുക്കിനോട് യോജിക്കാൻ പറ്റില്ല. ഇതാണ് 2011 അന്നാ ഹസാരയുടെ സമരത്തിൽ ഇടതുപക്ഷത്തിന് പറ്റിയൊരു തെറ്റ്. എന്താ, BJP-കാരുടെ കൂടെ പോയിരുന്നു. അരുൺ ജെയ്റ്റ്ലിയും വൃന്ദാ കാരാട്ടും D രാജയും ഒരേ വേദിയിൽ ഇരിക്കുകയാണ്, അന്നാ ഹസാരയുടെ അപ്പുറത്തും. ആ അന്നാ ഹസാരയുടെ സമരം സ്വാഭാവികമായും BJP-യുടെ വിജയത്തിലേക്ക് നയിച്ചു എന്നുള്ളത് ഒരു ചരിത്ര സത്യമാണ്. അപ്പോൾ അറിഞ്ഞോ അറിയാതെയോ അതിലൊരു ഭാഗമാക്കേണ്ട കാര്യമില്ല. ഇപ്പോൾ സോനം വാങ്ചുക്കിൻ്റെ അടുത്ത് പോയി ഇയാൾ ഇരിക്കേണ്ട കാര്യം, രാഹുൽ ഗാന്ധി ഇരിക്കാൻ പാടില്ല എന്ന് വിചാരിക്കുന്ന ഒരാളാണ്. സമരത്തെ പിന്തുണയ്ക്കാം. പിന്നെ രാഹുൽ ഗാന്ധി പ്രതിപക്ഷ നേതാവാണ്, പാർലമെൻറ്റ് മെമ്പറാണ്. അയാൾക്ക് ചെയ്യേണ്ടതെന്ന് അയാൾ പാർലമെൻറ്റിലാണ് പറയണ്ടേ. എൻ്റെ സമരത്തിൽ പോയി മുദ്രാവാക്യം വിളിക്കുകയല്ലേ, പാർലമെൻറ്റിൽ പോയി പറയണം. പ്രധാനമന്ത്രിയുടെ വീട്ടിലേക്കാണ് പോയത്. അത് സർജിക്കൽ സ്ട്രൈക്ക് തന്നെയാണ്. ഞാനിപ്പോഴൊന്നും വിചാരിക്കുന്നു. അവിടെ നേരെ മറിച്ച് അദ്ദേഹം അവിടെ പോയിട്ട് 2 പ്രസംഗം നടത്തിയിട്ട് എന്തായാലും കുട്ടികൾക്ക് അല്ലെങ്കിൽ ആവേശമൊക്കെ ഉണ്ട്. കുട്ടികളെ നിങ്ങൾ പോയി പറഞ്ഞ് പഠിപ്പിക്കുന്നുണ്ട്, അവരവർ സമരം ചെയ്യുന്നുണ്ട്. അതിൻ്റെ അടുത്ത് പോയി നിങ്ങൾ പോയി ബഹളം ഉണ്ടാക്കുന്നു വേണ്ട. വിദ്യാർത്ഥി സംഘടനകൾ അവർ ചെയ്യുന്നുണ്ട്. നേരെ മറിച്ച് പാർലമെൻറ്റ് മെമ്പർ ചെയ്യേണ്ടത് എന്താ, പ്രധാനമന്ത്രിയോട് ചോദ്യം ചോദിക്കുക, ആഭ്യന്തരമന്ത്രിയോട്. ഇപ്പോഴും പാർലമെന്റിൽ ആഭ്യന്തരമന്ത്രിയും പ്രധാനമന്ത്രിയും വന്നിട്ടില്ലല്ലോ. ഇല്ല. 11 മണിക്ക് സഭ തുടങ്ങിക്കഴിഞ്ഞാൽ ഒരു ഏതാണ്ട് 5 മിനിറ്റ് കൊണ്ട് സഭ അല്ല, പ്രധാനമന്ത്രിയും മറ്റു മന്ത്രിയും ആഭ്യന്തരമന്ത്രിയും ഇത്രയും ഗൗരവതരമായ ഒരു വിഷയം ലോകം മുഴുവൻ ചർച്ച ചെയ്തിട്ട് അതിന് മറുപടി പറയാൻ പ്രധാനമന്ത്രി ആഭ്യന്തരമന്ത്രിയും വരുന്നില്ല എന്നുള്ളത് തന്നെ, അത് ഞാൻ പറയുന്നത് പ്രതിപക്ഷത്തിന്റെ വിജയം. നരേന്ദ്രമോദി സെൽഫി വീഡിയോ 12 മണിക്ക് രാത്രി 12 മണിക്ക് സെൽഫി വീഡിയോ ഇട്ടിട്ട് കാര്യമില്ലല്ലോ. നിങ്ങൾ പ്രധാനമന്ത്രിയാണ്, ആഭ്യന്തരമന്ത്രിയാണ്, നിങ്ങൾ മറുപടി പറയേണ്ട എവിടെ? പ്രതിപക്ഷ നേതാവ് ചോദ്യം ചോദിക്കേണ്ടത് റോട്ടിൽ നിന്നിട്ടല്ല, പാർലമെന്റിലാണ്. പാർലമെന്റിലാണ് ചോദ്യം ചോദിക്കുമ്പോൾ ഇപ്പോൾ പ്രിയങ്ക ഗാന്ധി പറഞ്ഞ പോലെ നിങ്ങളൊരു മന്ത്രിയെ മാറ്റി വേറൊരു മന്ത്രിയെ കൊണ്ടുവന്നു. ആ കൊണ്ടുവന്ന മന്ത്രി ആരാ? ഗുജറാത്ത് കലാപത്തിൽ മറ്റേ ബാനു കേസിൽ ഇതുള്ളതല്ലേ. അപ്പോൾ പ്രശ്നം അതാണ് ചോദിക്കേണ്ടത്, അല്ലാതെ ഇംഗ്ലാവ് സിന്ദാബാദ് വിളിക്കലല്ല. അത് ചെയ്തോട്ടെ. പിന്നെ സതീശന് അതിന് നിലപാടുണ്ടോ എന്നുള്ളത് കോൺഗ്രസിന്റെ നിലപാടാണ്. സതീശന് മാത്രമായിട്ട് അങ്ങനെ ഇതിനെതിരായിട്ട് നിലപാടെടുക്കേണ്ട കാര്യമൊന്നുമില്ല. വീണ്ടും കേരളത്തിലേക്ക് വരികയാണെങ്കിൽ UDF ഇപ്പം ഈ പറഞ്ഞ പോലെ തന്നെ മുസ്ലിം ലീഗ് പ്രധാനപ്പെട്ട ഒരു കക്ഷിയാണ്. അതോടൊപ്പം വീര്യം കുറഞ്ഞ മദ്യം അല്ലെങ്കിൽ PM ശ്രീ അടക്കമുള്ളതിലൊക്കെ തന്നെ ഒഴിവാക്കി. പക്ഷേ VD സതീശൻ മാത്രമായിട്ട് ഈ ഒരു സർക്കാർ ഒതുങ്ങുന്നുണ്ടോ? കാരണം ഇപ്പോൾ നമ്മളാകെ ഒരു ദിവസം ചാനൽ തുറന്നു കഴിഞ്ഞാൽ കാണുന്നത് ഒന്ന് VD സതീശൻ, 2 K മുരളീധരൻ, ഈ PK കുഞ്ഞാലിക്കുട്ടിയെ പോലും കാണുന്നില്ല. എല്ലാം VD സതീശൻ അടക്കി അങ്ങ് വെച്ചിരിക്കുകയാണ്. ഞാൻ അങ്ങനെ കാണുന്നില്ല. നമുക്കിപ്പോൾ ഒരു പിണറായിയുടെ ഓർമ്മയുണ്ടല്ലോ, അതുകൊണ്ട് നമുക്കങ്ങനെ തോന്നും. അതങ്ങനെയാണെങ്കിൽ VD സതീശൻ പരാജയപ്പെടുകയും ചെയ്യും. അങ്ങനെ വന്നാൽ ഇപ്പോൾ PK കുഞ്ഞാലിക്കുട്ടി കൃത്യമായി PM ശ്രീ വന്നപ്പോൾ വന്ന് മറുപടി പറഞ്ഞല്ലോ. അതുപോലെ പഴയ വീര്യം വയ്യാതായതിൻ്റെ ഒരു പ്രശ്നവും ഉണ്ടാവും. ഞാനങ്ങനെ കാണുന്നത്. പിന്നെ ലീഗിൻ്റെ വേറൊരു രീതിയാണ്. ലീഗിൻ്റെ എല്ലാ കാലത്തും ലീഗ് അങ്ങനെ പോലെ KM ഷാജിയെ പോലെ 1-2 പേരല്ലാതെ ബഹളം ഉണ്ടാക്കുന്ന
ഒരു ലീഡർ ലീഗിനില്ല. ഇപ്പോൾ CH മുഹമ്മദ് കോയ മുതൽ ഇങ്ങോട്ട് എടുത്താൽ ഈ കുരുക്കളറകലും ഇപ്പോൾ ഇതിനു മുമ്പുള്ള നഹയാണെങ്കിലും ഇതൊക്കെ വളരെ ടിമിഡ് മൈൽഡ് ആളുകളാണ്. ഒരു ഉപമുഖ്യമന്ത്രി സ്ഥാനമൊക്കെ നൽകാമായിരുന്നോ ലീഗിന്? അല്ല, അത് വേറെ വിവാദം വരും. അത് ലീഗ് ചോദിക്കാതിരുന്ന് വളരെ ടാക്റ്റിക്കലാണ്. കാരണം അത് സംഘപരിവാറിന് ഇട്ട് കൊടുക്കുന്ന വളമാണ് കേരളത്തിൽ. അത് വളരെ ടാക്റ്റിക്കലാണ്. ഈ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും ടാക്റ്റിക്കലായി പൊളിറ്റിക്കലായി വർക്ക് ചെയ്ത പാർട്ടി ലീഗാണ്. സാദിഖ് അലി തങ്ങൾ വളരെ ക്ലിയറായി എന്നുവെച്ചാൽ ഒരു കാരണവശാലും സംഘപരിവാറിന് ഒരു ഇഞ്ച് മുമ്പോട്ട് പോകാൻ അനുവദിക്കാതെ ഇരിക്കണം. കാരണം ഇപ്പോഴും അതാണ് പ്രശ്നം. ഇപ്പം ലീഗ് പറഞ്ഞിട്ടാണ് PM ശ്രീ വേണ്ടാന്ന് വെച്ചെന്ന് വരുത്താനാണ് ശ്രമം. മനസ്സിലായോ? ലീഗ് പറഞ്ഞിട്ട് PM ശ്രീ വേണ്ടാന്ന് വെച്ചു. അതാർക്കാ ഗുണം? CPM-നൊന്നുമല്ല, സംഘപരിവാറിനാണ്. കേരളത്തിൽ ആ നെറേറ്റീവ് വന്ന് കിട്ടിയാൽ മതി. ലീഗ് പറഞ്ഞിട്ട് ഇത് ചെയ്തില്ല, ലീഗ് പറഞ്ഞിട്ട് മദ്യം വേണ്ടാന്ന് വെച്ചു, ലീഗ് പറഞ്ഞിട്ട് ഈ സർക്കാരിനെതിരെ വരാവുന്ന ഏറ്റവും വലിയ ആരോപണം അവർ ഭയപ്പെടുന്നത് ഇത് മുസ്ലിം സർക്കാരാണ് എന്നാണ്. അത് കൊണ്ടുവരാനാണ് BJP-യുടെ നെറേറ്റീവ്. ആ നെറേറ്റീവിൽ നിന്ന് പുറത്തെടുക്കാനാണ് സതീശൻ ശ്രമിക്കണമെന്നാണ് ഞാൻ കണക്കാക്കുന്നത്. ലീഗും, കാരണം ലീഗിനും അങ്ങനെ ഒരു സംഗതി വന്നുകൂടാ. വന്നു കഴിഞ്ഞാൽ കേരളത്തിൽ വർഗീയ വിഭജനം വളരെ ക്ലിയർ ആവും. CPM-നൊന്നും അതിൻ്റെ അഡ്വാൻറ്റേജ് കിട്ടില്ല. അതിൻ്റെ അഡ്വാൻറ്റേജ് കിട്ടാൻ പോണത് BJP-ക്കാണ്. അപ്പോൾ പ്രശ്നം എന്താ വെച്ചാൽ ആ ഒരു സൂക്ഷ്മത ഉണ്ടാവണം തന്നെയാണ് ഞാൻ പറയുന്നത്. കാരണം കേരളത്തിൽ ഈ CPM-ലുള്ള ആളുകൾ പോലും പലരും BJP-യുടെ വളരെ ഇങ്ങനെ ടിൽറ്റ് ചെയ്ത് നിൽക്കുന്ന പല മണ്ഡലങ്ങളുണ്ടല്ലോ. നമ്മൾ കണ്ടല്ലോ, CPM വോട്ടാണ് BJP. KK രാഗേഷ് അദ്ദേഹം ബാക്കി രീതിയിൽ മണ്ടനാണെങ്കിലും അദ്ദേഹം പറഞ്ഞൊരു കാര്യമുണ്ട്, നമ്മുടെ വോട്ടാട്ടോ BJP-ക്ക് പോവാന്ന്. കണ്ണൂർ ജില്ലാ സെക്രട്ടറി പറഞ്ഞല്ലോ, നമ്മുടെ വോട്ടാ പോവാന്ന്. പറയാൻ പാടില്ല, പക്ഷേ ഹിന്ദു പാർട്ടി CPM-ആണ്. അപ്പോൾ അതുകൊണ്ട് ഏതെങ്കിലും വിധത്തിൽ BJP-ക്ക് അഡ്വാൻറ്റേജ് കിട്ടിയാൽ, BJP-ക്ക് അനുകൂലമായൊരു നറേറ്റീവ് ഉണ്ടായാൽ അത് ഗുണമാണ്. ഇപ്പം നേരെ മറിച്ച് സതീശൻ BJP സപ്പോർട്ട് ചെയ്യുന്നു എന്നൊക്കെ പറഞ്ഞാൽ അത് കൺസോളിഡേറ്റ് ചെയ്ത് തെളിയിക്കണമെങ്കിൽ പോളിസി വരണം. പോളിസി വരുന്നവരെ അത് പറയാൻ പറ്റില്ല. അവിടെ പോയി മുദ്രാവാക്യം വിളിച്ചില്ല എന്നുള്ളതൊന്നും അതൊന്നും ഞാൻ കാണുന്നില്ല. അത് എവിടെ പോയല്ലോ, രാഹുൽ ഗാന്ധിയുടെ കൂടെ സതീശൻ അവിടെ പോയല്ലോ, അത് പോയാൽ മതി. നിങ്ങളെ മുദ്രാവാക്യം വിളിക്കുന്നതിന് അതല്ല അതിൻ്റെ വിഷയം പ്രധാനം പോളിസി ഓരോ കാര്യത്തിലും വരും. ഇപ്പം ഞാൻ പറഞ്ഞു PM ശ്രീ ആണെങ്കിലും അതുപോലെയുള്ള മറ്റ് പോളിസികളാണെങ്കിലും വരുമ്പോൾ ഹെലികോപ്റ്റർ വരെ ഏതിലായാലും എന്ത് ചെയ്യാൻ പോകുന്നു സതീശൻ എന്നത് വളരെ പ്രധാനമാണ്.